ആനിമേസിലുള്ള ഓരോ സിംഗിൾ ഡിസ്റെസ്പെക്ട് മൊമെന്റ് വരുമ്പോൾ ഫാൻസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും കഥ തന്നെ മാറിപ്പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനിമെ ഹിസ്റ്ററിയിലെ 5 ഇൻസൈൻ ഡിസ്റെസ്പെക്ട് മൊമെന്റ്സിനെ പറ്റിയായിരിക്കും. നമ്പർ 5, ലീവോയ് അക്കർമാൻ സ്ലൈസിംഗ് ബീസ്റ്റ് ടൈറ്റൻ. അറ്റാക്ക് ഓൺ ടൈറ്റനിലെ സീക്ക് യേഗർ ഒരു പുഴുവിനെ പോലെയാണ് മനുഷ്യന്മാരെ തള്ളിക്കളഞ്ഞത്. ഈ സമയത്താണ് ലീവോയ് തെറിച്ചു വന്ന് വെറും 30 സെക്കൻഡ് കൊണ്ട് ഇതേ ബീസ്റ്റ് ടൈറ്റനെ ഒരു സൂഷി പ്ലേറ്റിന്റെ കണക്ക് കഷ്ണങ്ങളാക്കി മാറ്റിയത്. ആൻഡ് ഇതായിരുന്നു ഒരു പ്യൂർ ബ്രൂട്ടൽ സ്ലൈസിംഗ് ഡിസ്റെസ്പെക്ട്. നമ്പർ 4, എസ്കനോർസ് പ്രൈഡ് വേഴ്സസ് എസ്റ്ററോസ. 7 ഡെഡ്ലി സിൻസിൽ എസ്റ്ററോസ കരുതി തന്റെ കേഴ്സ് മൂലം എസ്കനോർ പാരലൈസ് ആയി കാണുമെന്ന്. പക്ഷെ എസ്കനോർ അവന്റെ മുമ്പിൽ ഒരു കുഴപ്പവുമില്ലാതെ പറഞ്ഞു, എന്നേക്കാൾ ബലം കുറഞ്ഞവരോട് എനിക്ക് ദേഷ്യമല്ല, പകരം പാപം മാത്രമേ തോന്നൂ എന്ന്. നമ്പർ 3, മാദ്രാസ് ക്ലോണിംഗ് ജോക്ക്. 5 ഗാഗേസും ഒറ്റയ്ക്ക് നിന്ന് മാദ്ര ഉച്ചിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതൊരു 5-on-1 ബാറ്റിൽ ആണ്, അതുകൊണ്ട് സങ്കടപ്പെടേണ്ട എന്ന്. അപ്പോൾ തന്നെ മാദ്ര ചിരിച്ചുകൊണ്ട് അവന്റെ 25 വുഡ് ക്ലോൺസിനെ ഉണ്ടാക്കി ചോദിച്ചു, ഇപ്പൊ പറയൂ, ഈ ക്ലോൺസിനും സൂസനും ഉപയോഗിക്കണോ അതോ വേണ്ടയോ എന്ന്. നമ്പർ 2, ലൂഫി യൂസിംഗ് കൈഡോ ആസ് സ്കിപ്പിംഗ് റോപ്പ്. വൺ പീസിൽ കൈഡോയെ സ്ട്രോങ്ങസ്റ്റ് ക്രിയേച്ചർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു ഭയാനകമായ ഡ്രാഗന്റെ വാലിൽ പിടിച്ചാണ് ഗിയർ 5 അൺലോക്ക് ചെയ്ത ലൂഫി ഒരു സ്കിപ്പിംഗ് റോപ്പ് പോലെ യൂസ് ചെയ്തത്. ഇതിലും വലിയൊരു അപമാനം ഇനി കൈഡോയ്ക്ക് വേണോ? ആൻഡ് നമ്പർ 1-ലുള്ളതാണ് ഐസൻ സ്റ്റോപ്പിംഗ് ഇച്ചിഗോസ് തീം സോങ്. ഇവിടെ ഇച്ചിഗോ അവന്റെ പുതുതായി അൺലോക്ക് ചെയ്ത ബാങ്കയുമായിട്ട് നല്ല മാസ് മൊമെന്റ് ആയിട്ട് വരികയായിരുന്നു. കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവന്റെ ഐക്കോണിക് തീം സോങ് ആയ നമ്പർ 1 മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഐസൻ ആ ഒരു വാളിനെ വെറും ഒരു ചൂണ്ടുവിരൽ കൊണ്ടാണ് പിടിച്ചു നിർത്തിയത്. ആൻഡ് ആനിമയുടെ സൗണ്ട് ട്രാക്കും അവിടെ തന്നെ നിന്നുപോയി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനിയും ഏതൊക്കെ മൊമെന്റ്സ് ഈ ലിസ്റ്റിൽ വരാമെന്ന് കമന്റ്സിൽ ഷെയർ ചെയ്യുക.